അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പിന് നീയത്ത് കരുതുമ്പോൾ ഇശാക്ക് ശേഷമാണെങ്കിൽ നാളെ എന്നും, അത്താഴത്തിൻ്റെ സമയത്താണ് കരുതുന്നതെങ്കിൽ ഇന്നും എന്നാണോ എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ വഴി കൂടുതൽ വസ്വാസുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ലളിതമായി പഠിപ്പിച്ചു തന്ന ഒരു കാര്യം നമ്മുടെ ആളുകൾക്ക് വളരെ സങ്കീർണമാണ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമാണ്. കാരണം ഞാൻ നിയ്യത്ത് വെച്ചോ ഇല്ലേ, അത് പറഞ്ഞോ ഇല്ലേ എന്നിങ്ങനെയൊക്കെയുള്ള ബേജാറുകൾ, നോമ്പിന് പ്രത്യേകിച്ച് നിയ്യത്ത് ചൊല്ലിപ്പറഞ്ഞില്ലെങ്കിൽ അത് പറയാൻ മറന്നുപോയാൽ ആ നോമ്പ് തന്നെ പോയി എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. സത്യത്തിൽ വളരെ ലളിതമായ ഒന്നാണ് നിയ്യത്ത്. അപ്പം നമ്മൾ റമദാനിലെ നോമ്പെടുക്കാൻ തീരുമാനിച്ചവരാണ്. തലേന്ന് രാത്രി നമ്മൾ കിടക്കുമ്പോൾ തന്നെ പിറ്റേന്ന് അത്താഴത്തിന് എഴുന്നേൽക്കണമെന്നും അത്താഴം കഴിക്കണമെന്നൊക്കെ ഉള്ള കരുതലിലാണ് കിടക്കുന്നത്. ആ ഒരു മനസ്സുകൊണ്ടുള്ള ഒരുക്കമാണ് നീയത്ത്. അതിനപ്പുറം നീയത്ത് കരുതാനായി പ്രത്യേക സമയം കണ്ടെത്തുകയോ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇതോ ഒന്നും അതിനാവശ്യമില്ല. കാരണം നമ്മുടെ മനസ്സറിയുന്നവനാണ് റബ്ബ്. നമ്മൾ ആ ഒരു കർമ്മത്തിന് കരുതിയതാണ് എന്നും നമ്മൾ അതിനു വേണ്ടി മാനസികമായി ഒരുങ്ങിയിട്ടുണ്ട് എന്നുമൊക്കെ ആ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്നതുമെല്ലാം. അപ്പോൾ അതാണ് വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ അതിൽ ഇന്ന് കരുതിയാൽ നാളെ കരുതിയാൽ എന്നുള്ള വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ പോയി ആ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കേണ്ടതില്ല. വല്ലാഹു തആല അഅലം.